മക്കളെ, നമ്മൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നോക്കുന്നതിന് മുമ്പ് സാർ ഒരു ബേസിക് ഫണ്ടമെൻ്റൽ പോളിനോമിയലിൻ്റെ ഒരു ഫണ്ടമെൻ്റൽ പറഞ്ഞുതരാം. ഒരു പോളിനോമിയൽ നമുക്ക് x⁻⁻1 അല്ലെങ്കിൽ x⁻⁻² ഇങ്ങനെയൊക്കെ പവറുകൾ വന്നാൽ നമ്മളതിനെ പോളിനോമിയലായിട്ട് കണക്കാക്കിയല്ല. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ √x എന്ന് പറഞ്ഞാൽ x⁻⁻² വരും, പവർ 1/2 വരും. അപ്പോൾ അതൊരു പോളിനോമിയൽ അല്ല. ഇനി നമുക്ക് y² + 1/y, ഈ y മുകളിലേക്ക് വരുമ്പം y⁻⁻1 എന്ന പവർ വരും. അങ്ങനെ വന്നാൽ അതൊരു പോളിനോമിയലായിട്ട് കണക്കാക്കിയല്ല. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മക്കൾ ഓർത്തിരുന്നുകൊണ്ട് നമുക്കത് ഈ ക്വസ്റ്റ്യനിലേക്ക് നോക്കാം. ഇവിടെ ചോദിച്ച ഇത്രയേ ഉള്ളൂ, വിച്ച് ഓഫ് ദി ഫോളോയിങ് എക്സ്പ്രഷൻസ് ആർ പോളിനോമിയൽസ് ഇൻ വൺ വേരിയബിൾ ആൻഡ് വിച്ച് ആർ നോട്ട്, സ്റ്റേറ്റ് റീസൺസ് ഫോർ യുവർ ആൻസർ. അപ്പം നമുക്ക് ചില പോളിനോമിയൽസ് ആണെന്നും പറഞ്ഞ് അവർ 4-5 തന്നിട്ടുണ്ട്. പോളിനോമിയൽസ് ഇൻ വൺ വേരിയബിൾ എന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. ഇത് കാണുമ്പോഴേ നമുക്കറിയാം ഇത് എക്സ് മാത്രമേ ഉള്ളൂ. പവർ എല്ലാം പോസിറ്റീവ് ഇൻറ്റിജേഴ്സ് ആണ്. 2 ഉണ്ട്, ഇവിടെ 1 ഉണ്ട്. അപ്പോൾ ഇത് പോളിനോമിയൽസ് ഇൻ വൺ വേരിയബിൾ, ആ ലിസ്റ്റിൽ അത് വരും. ഇനി രണ്ടാമത്തെ നോക്കിയേ, രണ്ടാമത്തേതിൽ y² + √2. √2 നമ്മൾ പരിഗണിക്കുന്നേ ഇല്ല, നമുക്ക് വൈയുടെ മാത്രം നോക്കിയാൽ മതി. അപ്പോൾ വൈയുടെ പവർ പോസിറ്റീവ് ഇൻറ്റിജർ ആണ്, അതുകൊണ്ട് അത് പോളിനോമിയൽ ഇൻ വൺ വേരിയബിൾ. മൂന്നാമത്തെ നോക്കിയേ, ഇവിടെ നമ്മൾ പറഞ്ഞ പോലെ ആ പ്രശ്നമുണ്ട്. √t എന്ന് പറയുമ്പോൾ t⁻⁻1/2 എന്ന് വന്നു. അപ്പോൾ ഒരു പവർ t⁻⁻1/2 വന്നാൽ നമ്മളുടെ കണ്ടീഷൻ അനുസരിച്ച് അത് പോളിനോമിയൽ അല്ല. നാലാമത്തെ നോക്കിയേ, ഇവിടെയും പ്രശ്നമുണ്ട്. ഈ y മുകളിലേക്ക് വരുമ്പം 2 × y⁻⁻1 എന്ന് വരും. അപ്പോൾ പവർ പോസിറ്റീവ് ഇൻറ്റിജർ അല്ല എങ്കിൽ പോളിനോമിയൽ അല്ല. അപ്പോൾ ഇതിനെയും നമുക്ക് ഇറ്റ് ഈസ് നോട്ട് എ പോളിനോമിയൽ. ഇനി ഇത് നോക്കിയേ, അതിൻ്റെ കണ്ടീഷൻ നോക്കുമ്പം പവർ എല്ലാം പോസിറ്റീവ് ഇൻറ്റിജർ ആണ്. പക്ഷേ നമ്മോട് ചോദിച്ചേക്കണേ പോളിനോമിയൽസ് ഇൻ വൺ വേരിയബിൾ. ഇവിടെ എക്സ് ഉണ്ട്, വൈ ഉണ്ട്, ഇസഡ് ഉണ്ട്, 3 വേരിയബിൾസ് ഉണ്ട്. അപ്പം നമുക്ക് പോളിനോമിയൽസ് ഇൻ വൺ വേരിയബിൾ എന്ന് പറയാൻ പറ്റുമോ? നമുക്ക് പറയാം ഇറ്റ് ഈസ് നോട്ട് എ പോളിനോമിയൽ ഇൻ വൺ വേരിയബിൾ ബിക്കോസ് ദ ഇക്വേഷൻ അല്ലെങ്കിൽ ദ എക്സ്പ്രഷൻ കണ്ടെയ്ൻസ് 3 വേരിയബിൾസ് എക്സ്, വൈ ആൻഡ് ടി.